DNA എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അഥർവയുടെ സിനിമയാണ്. ഒരു ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം, ത്രില്ലർ, ആ ടൈപ്പ് സിനിമയാണ്. കണ്ടോണ്ടിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ലൊരു ഒരു 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 എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്. എന്നാൽ ഇതൊരു അന്യായം പടമാണോ അന്യായം ത്രില്ലറാണോ എന്ന് ചോദിച്ചാലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അന്യായം ഒരു പടമല്ലത്. ഇതൊരു നോർമൽ ഡീസൻറ്റ് ഫിലിം, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് സിനിമ. അതായത് അഥർവയ്ക്കും സിനിമയിലെ നടിയും കല്യാണം കഴിച്ചുണ്ടാകുന്ന കൊച്ചിനെ ആശുപത്രിയിൽ വെച്ച് മാറിപ്പോകുന്നു. അതായത് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി മറ്റാൾക്കാർക്ക് വിൽക്കുന്ന കുറച്ച് ടീംസ് ഒരു സൈഡിലുണ്ട്, അഥർവ ഒരു സൈഡിൽ. അപ്പോൾ അഥർവ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു സൈഡിൽ നിന്ന് പോരാടുന്നു, മറ്റേ വില്ലന്മാരുടെ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന വിഷയങ്ങൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടുള്ള ഒരു ത്രില്ലർ സിനിമ. ഇതിനകത്ത് അഥർവ അന്യായം ലുക്കും സ്ക്രീൻ പ്രസൻസും അടിപൊളി. പിന്നെ മലയാളത്തിലൊരു വലിയ ഭാവം വരാത്ത, മുഖത്തിന് വലിയ ഭാവം വരാത്തൊരു നടിയുണ്ടല്ലോ, നിമിഷ എന്ന് പറയുന്നത്. ഈ നടിയാണ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ചെറിയ മെൻ്റലി പ്രോബ്ലം ഉള്ളൊരു നടിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് കൊച്ച് ഏതാണെന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് DNA എന്ന് വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു സിനിമയാണ്. അഥർവയൊക്കെ നല്ലൊരു പൊട്ടൻഷ്യലുള്ള നടയാണ്. പരദേശി എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടിട്ട് അന്തം വിട്ടുപോയതാണ് പുള്ളിയുടെ ആക്ടിങ്. ഫിലിംഫെയർ അവാർഡൊക്കെ കിട്ടിയാണ് മികച്ച നടനുള്ള. അപ്പം ഒരു മസ്റ്റ് വാച്ച് ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ഡീസൻറ്റ് സിനിമ മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സൊക്കെ ഇങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ഇതിനകത്തൊരു പോലീസ് വേഷം ചെയ്തൊരു പുള്ളിയുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊരു കിളവി ഉണ്ട്. ഈ കിളവിയെ ഞാനാണെങ്കിൽ KD എങ്കിര കറുപ്പുതുരൈ അങ്ങനെ ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്താണ് ഈ കിളവിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ കിളവി ഇതിനകത്തൊരു നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് പടം, കൊള്ളാം, അടിപൊളി.